നിങ്ങളൊരു ACCA ആസ്പിരന്റ് ആണോ അല്ലെങ്കിൽ ACCA കഴിഞ്ഞ് ജോലി അന്വേഷിക്കുന്ന ഒരാളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് ACCA ഒരു ഗ്ലോബൽ ക്വാളിഫിക്കേഷൻ ആണ്, ബിഗ് ഫോർ ഫേംസിൽ ജോലി കിട്ടും, നല്ല സാലറി കിട്ടുമെന്നൊക്കെ. പക്ഷേ ഈ കേട്ടതൊക്കെ സത്യമാണോ? ACCA കഴിഞ്ഞാൽ ഇന്ത്യയിൽ ജോലി കിട്ടുമോ? ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്ന് തുടങ്ങാം. ACCA ഒരു ഗ്ലോബൽ ക്വാളിഫിക്കേഷൻ തന്നെയാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ മാത്രമല്ല 180+ കൺട്രീസിൽ ജോബ് കിട്ടാനുള്ള അവസരങ്ങളും നിങ്ങൾക്കുണ്ട്. ഡിലോയിറ്റ്, PwC, EY, KPMG പോലുള്ള ബിഗ് ഫോർ ഫേംസിലും അസെഞ്ചർ, HDFC പോലുള്ള MNC കമ്പനികളുമെല്ലാം ഇന്ത്യയിൽ ACCA ഗ്രാജുവേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. ഇവരുടെ കരിയർ പേജസും ACCAയുടെ ജോബ് പോർട്ടലും ഒക്കെ ചെക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്കിത് മനസ്സിലാകും. ഒരു അക്കൗണ്ടന്റ് ജോലി മാത്രമല്ല ACCAക്കാർക്കുള്ളത്. ഫൈനാൻഷ്യൽ അനലിസ്റ്റ്, ടാക്സ് കൺസൾട്ടന്റ്, ഓഡിറ്റർ, റിസ്ക് മാനേജർ, മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ഫൈനാൻഷ്യൽ കൺട്രോൾ തുടങ്ങിയ ഒരുപാട് ജോബ് റോൾസിൽ ജോലി നേടാൻ നമുക്ക് സാധിക്കും. തുടക്കത്തിൽ സാലറി കുറവാണെങ്കിലും ഒരു 3-4 വർഷം എക്സ്പീരിയൻസ് ആകുമ്പോൾ ഒരു നല്ല സാലറി പ്രതീക്ഷിക്കാം. പക്ഷേ ACCA കഴിഞ്ഞ് ഉടനെ ജോലി കിട്ടാൻ ഫ്രഷേഴ്സിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, കോമ്പറ്റീഷൻ. ഇന്ത്യയിൽ ഇപ്പോൾ ACCA ആസ്പിരൻസിന്റെ എണ്ണം ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കോമ്പറ്റീഷൻ ഒരുപാട് കൂട്ടുന്നു. പോയിന്റ് നമ്പർ 2, സാലറി എക്സ്പെക്ടേഷൻ. ACCA കഴിഞ്ഞ ഉടനെ തന്നെ ഒരു വലിയ സാലറി പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. തുടക്കത്തിൽ ഫ്രഷർക്ക് ഒരു 5 to 8 lakhs വരെയാണ് ആവറേജ് സാലറി വരുന്നത്. എക്സ്പീരിയൻസ് കൂടുന്തോറും സാലറിയും കൂടും. തേർഡ്, സ്കിൽസ്. ഒരു ACCA ക്വാളിഫിക്കേഷൻ മാത്രം നിങ്ങൾക്ക് പോരാ. എംപ്ലോയീസിന് ഇന്ന് വേണ്ടത് GST, ടാലി, SAP, ഫൈനാൻഷ്യൽ മോഡലിംഗ്, പവർ BI പോലുള്ള റെലവൻറ്റ് സ്കിൽസ് കൂടി ഉള്ളവരെയാണ്. ഇനി ഈ ഒരു ചലഞ്ചസിനെ നമ്മൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും? വർക്ക് എക്സ്പീരിയൻസ്. നിങ്ങളുടെ കരിയർ ജേർണിയുടെ തുടക്കം മുതൽ വർക്ക് എക്സ്പീരിയൻസ് നേടാൻ ശ്രമിക്കുക. സെക്കൻഡ്, ബിൽഡ് എ നെറ്റ്വർക്ക്. ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോംസിൽ ACCA പ്രൊഫഷണൽസുമായി കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് നിങ്ങളെ ജോബ് വേക്കൻസികളിലേക്ക് റെഫർ ചെയ്യാൻ സാധിച്ചേക്കാം. പോയിന്റ് നമ്പർ 3, അപ്സ്കിൽ യുവർസെൽഫ്. വെറും ACCA ക്വാളിഫിക്കേഷൻ മാത്രം നമുക്ക് പോരാ. Excel, AI ടൂൾസ്, പവർ BI, IFRS, GST തുടങ്ങിയ എക്സ്ട്രാ സ്കിൽസ് പഠിക്കുന്നത് നിങ്ങളുടെ ജോബിലുള്ള മാർക്കറ്റ് വാല്യൂ കൂട്ടാൻ സഹായിക്കും. പോയിന്റ് നമ്പർ 4, ഫോക്കസ് ഓൺ ഇന്റർവ്യൂസ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ഇന്റർവ്യൂവിൽ അത് കോൺഫിഡൻസോട് കൂടി പ്രസന്റ് ചെയ്യാനും ആകണം. അപ്പോൾ ഇതാണ് ACCAയുടെ ഇന്ത്യൻ ജോബ്സിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ജോലി കിട്ടാൻ എളുപ്പമല്ല, പക്ഷേ അത് ഇമ്പോസിബിളുമല്ല. ഈ ക്വാളിഫിക്കേഷൻസിനൊപ്പം എക്സ്ട്രാ സ്കിൽസും എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു കരിയർ തന്നെ നേടാൻ സാധിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക. വീഡിയോ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്യുക.